അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രത പാലിക്കണം എന്ന് പറയുകയാണ് ജനങ്ങളോട്. ഇനിയും ഇത്തരത്തിൽ തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ ഡോക്ടർ കമ്മത്ത് പറയുന്നത് പോലെ ഒരുപക്ഷെ ഈ തരത്തിലേക്ക് തീവ്രത കുറഞ്ഞതാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഒരല്പം തീവ്രത കൂടിയാകാം, അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും ഈ ജാഗ്രത എന്ന് പറയുന്നത് എന്താണ്? ജാഗ്രത എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഭൂകമ്പമാണ് ഒരേ ഒരു ദുരന്തം, യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ വരുന്ന ഒരേ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഭൂകമ്പമാണ്. മറ്റെല്ലാ ദുരന്തങ്ങൾക്കും എന്തെങ്കിലും രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ട്. ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിനൊരു മുന്നറിയിപ്പ് കൊടുക്കുക. ഈ മിനിറ്റിൽ 60, അതായത് ഓരോ മിനിറ്റിലും ഓരോ ഭൂകമ്പം നടക്കുന്ന ജപ്പാൻ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും അധികം മുന്നോട്ട് പോയ രാജ്യങ്ങളിൽ ഒന്നാണ്. അവർക്കും ഈ അവർ ചെറിയ രീതിയിൽ ഒരു മുന്നറിയിപ്പ് സാധ്യമായിട്ടുണ്ട്. അതായത് മൈക്രോ സെക്കൻഡിൻ്റെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് എണ്ണുമ്പോൾ തന്നെ ഒരു സെക്കൻഡായി. അതിനും മുമ്പേ ഈ പറയാൻ പറ്റുന്നുണ്ട്, അപ്പോഴേ പറയാൻ പറ്റുന്നുള്ളൂ അവർക്ക് പോലും. അപ്പോൾ അത് ഒരു പക്ഷേ അത്തരം മുന്നറിയിപ്പുകൾ നമ്മൾ ജാഗ്രത പാലിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലെയുള്ള മുഴക്കങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് കേൾക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നല്ല ഉറക്കത്തിലാണെങ്കിൽ ഇപ്പോൾ ഇന്ന് സംഭവിച്ചതുപോലെ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. എങ്കിലും നമ്മൾ ബോധത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണെങ്കിൽ, ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പ്രകമ്പനങ്ങൾ കേൾക്കുകയോ, ഭൂമിക്കടിയിൽ കൂടി ഇങ്ങനെ ഒരു തീവണ്ടി പോകുന്നത് പോലെയുള്ള ശബ്ദം, അല്ലെങ്കിൽ ഒരു ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം, ഒരു മുരൾച്ച, അങ്ങനെയുള്ള ശബ്ദങ്ങൾ നമ്മൾ കേട്ട് പരിചിതമല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ വീടിനുള്ളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ജാഗ്രതയിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇത് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ, അതായത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം. വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ വലിയ മരങ്ങളോ വലിയ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള സാധനങ്ങളോ, ഇപ്പോൾ പരസ്യപ്പലക, മുംബൈയിൽ ഒരു പരസ്യപ്പലക താഴെ വീണ് ആളുകളുടെ മരണം നമ്മൾ കണ്ടു, 40-ൽ പരം ആളുകൾ മരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ കമ്പനങ്ങൾ കൊണ്ട് മറിഞ്ഞു വീഴാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ മാറി നിൽക്കേണ്ടത്. 2, ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു ഭൂകമ്പ സാധ്യതാ മേഖലയാണ്. ഇനി നമുക്ക് വരാനുള്ള ഒരേ ഒരു ദുരന്തം ഈ ലിസ്റ്റ് പ്രകാരം, ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞു. നമുക്ക് വെള്ളപ്പൊക്കം വന്നു, വരൾച്ച വന്നു, ഇടിമിന്നൽ ഉണ്ട്, സുനാമി വന്നു, ഇതെല്ലാം വന്നു കഴിഞ്ഞു. സൈക്ലോൺ, ചുഴലിക്കാറ്റ് വന്നു. ഇനി വരാനുള്ളൊരു ഇതെന്ന് പറയുന്നത് ഭൂകമ്പം. ശരിക്കുള്ള അർത്ഥത്തിൽ ഒരു റിക്ടർ സ്കെയിലിൽ 5-ഓ 5-ന് മീതെയോ ഉള്ള കമ്പനങ്ങൾ മാത്രമേ നമ്മുടെ മനുഷ്യനിർമ്മിത നിർമ്മാണങ്ങളെ, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട സാധനങ്ങളെ ബാധിക്കുകയുള്ളൂ. ഒരു നാശനഷ്ടം എന്നുള്ള രീതിയിൽ 5-ഓ 5-ന് മീതെയോ പോകണം. പക്ഷേ നമ്മൾ കരുതിയിരിക്കേണ്ടത്, ഈ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിക്ക് ഉള്ളിലുള്ള ഈ ഊർജം, അതിന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അത് ഭൂമിയുടെ കവചം എന്ന് പറയുന്നത് ആ മുകളിലുള്ള ക്രസ്റ്റ്, പാറകളാൽ നിർമ്മിതമാണ് ഭൂമിയുടെ ഈ പുറംതോട്. അതിന് താഴേക്കൊക്കെ പാറ ദ്രവാവസ്ഥയിലും ഏറ്റവും താഴെ നല്ല പൂർണ്ണമായിട്ട് ഉരുകി തിളച്ച് കിടക്കുന്ന ഒരു ഭാഗമുണ്ട്, കോർ എന്ന് പറയും. ഇത് പ്രഷർ കുക്കർ അടുപ്പത്ത് വയ്ക്കണ പോലെയാണ്. അതിന് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പ്രഷർ കുക്കറിൽ നിന്ന് ആ നോസിൽ വഴി ആവി പുറത്തേക്ക് പോകുന്നത് പോലെ ഭൂമിക്ക് ഈ മർദ്ദം താങ്ങാൻ വയ്യാതെ വരുമ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് കളയണം. ആ കളയുന്ന പ്രക്രിയയാണ് ഇപ്പം നമ്മൾ ഈ പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടാണ് ഇതിൻ്റെ ഈ ഊർജം പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് 1963 തന്നെ ഈ ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള വീടുകൾ എങ്ങനെ കെട്ടണം, പാലങ്ങൾ എങ്ങനെ കെട്ടണം, മറ്റുള്ള റോഡുകൾ, അതിലേക്ക് വിശദമായി വരാം ഡോക്ടർ താര. ഇപ്പൊ നേരത്തെ ഡോക്ടർ താര പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അനുഭവപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് വീടിന് പുറത്തേക്ക് ഇറങ്ങുക എന്നതാണ്. പക്ഷെ ഒരു അസമയത്ത്, അതായത് ആളുകൾ ഉറങ്ങുന്ന സമയത്ത്, ഇന്നിപ്പോൾ സംഭവിച്ചത് അതാണ്. ആരും അറിയുന്ന പോലുമില്ല ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ വന്നാൽ എന്താണ് എന്നുള്ളത്, ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് അതിനൊന്നും ചെയ്യാനില്ല എന്നറിയാം, എങ്കിൽ പോലും ഈ ഒരു ആശങ്ക അവിടെയുള്ള ആളുകൾക്കുണ്ട്.
അത് തീർച്ചയായിട്ടും ഒരു ആശങ്കയായിട്ട് തന്നെ നിലനിൽക്കും എന്ന് പറയാൻ സാധിക്കുന്നുള്ളൂ. കാരണം എന്താണ്, അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. നമ്മൾ ഈ ആ, വീടിന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും പ്രഥമമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ട്, നമ്മൾ ഇത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. ഇതിൻ്റെ എന്താണ് ഈ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഊർജത്തിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണെങ്കിൽ ഒരു ആശ്വാസത്തിന് വകയുണ്ടെന്ന് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ 3 അത് 2.9 അത് ഒരു പക്ഷേ ഇതിങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു പ്രക്രിയയാകാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു വലിയ ഭൂകമ്പത്തിൻ്റെ മുന്നോടിയുമാകാം. പ്രീകർസർ എന്ന് പറയും. പ്രീകർസർ എന്ന് പറഞ്ഞാൽ വലിയ ഭൂകമ്പത്തിൻ്റെ മുന്നോടി. മറ്റേതാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഷോക്ക്, അതായത് ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അനുരണനങ്ങൾ. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഷാലോ എർത്ത് ഷാലോ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അധികം താഴെ അല്ലാതെ 7 കിലോമീറ്റർ താഴെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം, ഫോക്കസ് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ നേരെ മുകളിലാണ് എപ്പി സെൻറ്റർ എന്ന് പറയുന്നത്. എപ്പി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘാതം അനുഭവിക്കുന്ന സ്ഥലമാണ് എപ്പി സെൻറ്റർ. അപ്പോൾ ഈ കുന്നമംഗലത്താണ് ഇപ്പോൾ ഇത് എപ്പി സെൻറ്ററായിട്ട് രേഖപ്പെടുത്തി കണ്ടത്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആഘാതം അനുഭവിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇതിൻ്റെ ചെറിയ അനുരണനങ്ങൾ കൊച്ചി വരെ അനുഭവപ്പെട്ടതായിട്ട് ഈ ഇതിനകത്ത് റിപ്പോർട്ടുകളിലെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ദൂരത്തിൽ ആഘാതം ഉണ്ടാക്കാൻ ശേഷിയുള്ളവ തന്നെയാണ് ഈ ഭൂകമ്പങ്ങൾ. നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത്, വീട്ടിൽ വളർത്തു നായ്ക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവികൾ, സാധാരണ എല്ലാ ജീവികളും മനുഷ്യനേക്കാളും സവിശേഷ ബുദ്ധിയുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് നായ്ക്കൾ. അവർ ഈ ഭൂകമ്പങ്ങൾ വരുമ്പോൾ പൊതുവെ അവർ ഏറ്റവും സേഫായിട്ടുള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നത് കാണാം. അവർ വീടിന് പുറത്തേക്ക് വിട്ടിട്ടുള്ള മൃഗങ്ങളാണെങ്കിൽ, കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ ആകെ അന്താളിച്ച് പോവുകയുള്ളൂ. അതുകൊണ്ട് അവർ പോകുന്ന സ്ഥലത്തേക്ക് നമ്മളും പോയാൽ ഒരു പക്ഷേ ഒരു വലിയ സുരക്ഷിത സ്ഥാനം നമ്മൾ കണ്ടെത്തി എന്ന് തന്നെ വിചാരിക്കാം. പശുക്കൾ, ഈ നായ്ക്കൾ, ഇവർക്കെല്ലാം ഈ സവിശേഷ ബുദ്ധിയുണ്ട്. നമ്മളാണ് അഹങ്കരിക്കുന്നത് നമുക്കെല്ലാ സവിശേഷ ബുദ്ധിയുണ്ടെന്നുള്ളത്. അപ്പോൾ അവർ ഓടിപ്പോകുന്ന സ്ഥലം നമുക്കും കൂടി സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷികൾ ഇതിന് തൊട്ട് മുമ്പ് പല സ്ഥലത്തും കണ്ടിട്ടുള്ളത്, പക്ഷികൾ ഒരു പ്രത്യേക രീതിയിൽ അവർ പെരുമാറും. പാമ്പുകളുണ്ടെങ്കിൽ, ഈ ജപ്പാനിലൊക്കെ അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പാമ്പ്, മണ്ണിര, അത് കൂട്ടത്തോടെ ഭൂമിയുടെ ഉള്ളിൽ പുറത്തേക്ക് വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിയിൽ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അർദ്ധരാത്രിയിലൊക്കെ സംഭവിക്കുന്ന കാര്യം നമ്മൾ ഇത്തരം അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ചർച്ചയ്ക്കിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷിമൃഗാദികളൊക്കെ അതിന് തൊട്ട് മുൻപായിട്ട് ചില കാര്യങ്ങൾ അവർക്ക് ഒരു മുന്നറിയിപ്പ് തരുന്നത് പോലെയുള്ള തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദൃശ്യത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്, ഒരു കൊമ്പൻ, ഉറങ്ങുന്ന കൊമ്പൻ ചാടി എഴുന്നേക്കുകയാണ്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് മുമ്പാണ്. അതൊക്കെ പിന്നീട് പുറത്ത് വന്നതാണ്, CCTV ദൃശ്യങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പം പരിശോധിക്കുമ്പോൾ ഉറങ്ങുന്ന കൊമ്പൻ ചാടി എഴുന്നേറ്റ് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. അത് ഈ ഭൂചലനം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപാണ് എന്നതാണ്. അതായത് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞു എന്ന തരത്തിലേക്ക് നമുക്ക് അതിനെ ഒരുപക്ഷെ വിലയിരുത്താം. അതെ, പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ, മനുഷ്യനല്ലാതെ ബാക്കി എല്ലാ മൃഗങ്ങളും നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. ആന വേണ്ട, പുലി വേണ്ട, കടുവ വേണ്ട, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും രക്ഷ കിട്ടുന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. ഈ ജീവികളും കൂടി നമുക്ക് ആവശ്യമാണ് ഭൂമിയിൽ, എന്നാലേ ഭൂമി നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം പോലും നമുക്ക് വരുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് സവിശേഷ ബുദ്ധിയുള്ള ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്, അവരെ കണ്ടുകൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള. വേറെ ഈ കാര്യങ്ങളൊന്നും ഈ നേരത്തെ പണ്ട് മുതലേ നമ്മൾ പറയുന്നതാണ്, ഈ സുരക്ഷിത എമർജൻസി കിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ തയ്യാറാക്കി വെക്കുന്നതും ഇതിൻ്റെ ഒരു ജാഗ്രത പാലിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അത്രത്തോളം എന്തായാലും ഒരു ഗുരുതരാവസ്ഥ തീർച്ചയായിട്ടും ഈ ഇതിനകത്തില്ല. 5-ന് താഴെയുള്ള മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ വലിയ പരിഭ്രാന്തി ഇപ്പോൾ ആവശ്യമില്ല എന്ന് തന്നെ. 5-ന് മുകളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്ക അതാണിപ്പോൾ. അത് നമുക്ക് എന്തെങ്കിലും അതിൽ നേരത്തെ ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ നമുക്ക് പറയാൻ കഴിയാത്ത ഒരു ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ അത് എർത്ത് ക്വേക്ക് എന്നുള്ളതാണ് എന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ KK മണി ഉൾപ്പെടുന്ന അവർക്ക് പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഈ വരും ദിവസങ്ങളിൽ എന്താകുമെന്നൊരാശങ്ക അത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിനേക്കാൾ തീവ്രത കൂടിയതിലേക്ക് വരുമോ
എന്നൊരാശങ്കയാണ്. അതിന് നമുക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല അല്ലേ? അതിന് ശാസ്ത്ര ലോകത്തിന് ഇതുവരെ ഒരു മറുപടി പറയാൻ സാധ്യമല്ല തന്നെ. ഇപ്പോൾ ഉള്ള ശാസ്ത്രത്തിലെ അറിവ് വെച്ചിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം പറയാൻ പറ്റുന്നത്, ഇതുവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ മൂന്നാമത്തെ മേഖലയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ മേഖല വരെ ഇന്ത്യയെ പിന്നെ വർഗീകരിച്ച് വെച്ചിട്ടുണ്ട്. അഞ്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ ഗുജറാത്തിലൊക്കെ ഉണ്ടായ പോലെയുള്ള ഭൂകമ്പങ്ങൾ നടക്കുന്ന സ്ഥലം. നാലെന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറഞ്ഞ ഭൂകമ്പങ്ങൾ. മൂന്നെന്ന് പറഞ്ഞാൽ ഇടത്തരം ഭൂകമ്പങ്ങൾ. ലത്തൂരിലൊക്കെ ഉണ്ടായില്ലേ മഹാരാഷ്ട്രയിൽ, വലിയ പണപ്പിരിവും ആളുകൾ സഹായവും ഒക്കെ എത്തിച്ചു കൊടുത്ത ഒരു ഇതാണ്. ആ ലത്തൂരിലെ പോലെയുള്ള ഭൂകമ്പ ചലനങ്ങൾ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ. അവിടെ നമുക്കൊരു പോരായ്മയുള്ളത്, കേരളം മുഴുവനും നമ്മൾ മൂന്നാമത്തെ മേഖലയായിട്ടാണ് ഈ പഠന റിപ്പോർട്ടുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ചെറിയ സൂക്ഷ്മതലത്തിൽ ഇപ്പോഴും മാപ്പുകൾ തയ്യാറാക്കിയിട്ടില്ല. ആ തയ്യാറാക്കാത്തതിൻ്റെ പ്രശ്നം വരാൻ പോകുന്നത്, ചില സ്ഥലത്ത് ചിലപ്പോൾ ഈ വളരെ കൂടുതൽ ശക്തിയുള്ള ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടേക്കാം, ചില സ്ഥലത്ത് ഒട്ടും ഇല്ലാതെ ഇരിക്കാം. അതിന് സൂക്ഷ്മതലത്തിൽ പഠനം നടത്തുക തന്നെ വേണം. അതിന് സീസ്മോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ശാസ്ത്രജ്ഞർക്ക് മാത്രമേ ഭൂമിക്കടിയിലുള്ള ഇത്തരം പഠനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. അതിന് സർക്കാർ ഒരു മുൻകൈ എടുത്താൽ ഈ സൂക്ഷ്മതലത്തിലുള്ള പഠനങ്ങൾ നടത്താം. അതിന്റെയൊക്കെ ഒരു സമയത്തിലേക്ക് നമ്മളും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെ വേണം ഇനി മുന്നോട്ട് പോകാൻ. അതാണ് താങ്കൾ പറയുന്നത്.